എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ. ഇന്ന് ലോകമെമ്പാടും ഭാരതം പകർന്നു നൽകിയ യോഗ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യപൂർണമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രേരണാദായകമായി ഇൻ്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്ന സുദിനമാണ്. ഭാരതത്തിൻ്റെ അനാദിയായ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ വളരെ ദൃഢമായി ആചരിക്കപ്പെട്ട ഒരു സമ്പ്രദായമാണ് യോഗ എന്നത്. അടിസ്ഥാനപരമായി യോഗം എന്ന പദത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ യോഗ എന്ന വാക്കുകൊണ്ട് യോഗ പരിശീലനങ്ങളും യോഗ ജീവിത ആചരണങ്ങളുമൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ അഭിലാഷ് നാരായണൻ, കൊല്ലം. ഇവിടെ യോഗം എന്ന പദം യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ളതാണ്. കൂടിച്ചേരുക എന്നതാണ് യോഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ യോഗം എന്നുള്ളത് മറ്റു പല വിഷയങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആയുർവേദത്തിൽ നിരവധി തരത്തിലുള്ള യോഗങ്ങളെക്കുറിച്ച് പറയും, മരുന്നുകൾ കൂടിച്ചേരുന്നതിനെ. ഭഗവത്ഗീതയിൽ അറിവിൻ്റെ വിധാനങ്ങളെ സംയോജിപ്പിക്കപ്പെടുന്ന 18 അധ്യായങ്ങളെയും യോഗം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യോഗം എന്ന് പറയുന്നത് കൂടിച്ചേരുക എന്നുള്ളതാണ്. ഇവിടെ ഭാരതം എല്ലാ കാലത്തും ഒരുപോലെ മുന്നോട്ട് ചിന്തിച്ചിരുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധികളെക്കുറിച്ചിട്ടാണ്. അതിനാവശ്യമായിട്ടുള്ള ജ്ഞാനവിജ്ഞാനത്തെയാണ് ഭാരതം ഏറ്റവും ശ്രേഷ്ഠമായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവാത്മാവ് എന്ന ഭാവത്തിൽ നിന്ന് ഓരോ ജീവനും പരമാത്മ തത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ ജീവപരമാത്മ ഐക്യത്തെയാണ് കൂടിച്ചേരൽ എന്ന വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ യോഗം എന്നത് കേവലം ഒരു ശരീരത്തിൻ്റെ മാത്രം പ്രവർത്തനത്തിന് ആധാരമായ ഒന്നല്ല എന്നും അതിന് ഉപരിയായിട്ട് ശരീരം, മനസ്സ്, ബുദ്ധി, ബോധം അല്ലെങ്കിൽ ആത്മാവ് എന്ന തലത്തിൽ ഇവ നാലിൻ്റെയും സമുന്നയത്തിൻ്റെ തത്വത്തെയാണ് ഭാരതം യോഗ എന്ന തത്വത്തിലൂടെ മുന്നോട്ട് വെച്ചത്. വളരെ അനാദികാലത്ത് തന്നെ പതഞ്ജല മഹർഷിയുടെ പാതഞ്ജല യോഗസൂത്രത്തിലൂടെയും അതുപോലെ തന്നെ ആദിമ ഗ്രന്ഥമായ ഭഗവത്ഗീതയിലൂടെയും അങ്ങനെ അനവധി ശാസ്ത്രങ്ങളിലൂടെ ഈ യോഗ മാർഗത്തെക്കുറിച്ച് നമ്മുടെ ദർശനങ്ങളെല്ലാം തന്നെ പകർന്നു നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹരിനാമ കീർത്തനം എടുത്തു കഴിഞ്ഞാൽ മുമ്പേ നിജാസനമുറച്ചേക നാഡിയുടെ കമ്പങ്ങൾ തീർക്ക എന്ന് പറഞ്ഞുകൊണ്ട് യോഗതത്വത്തെ കാണാൻ സാധിക്കും. ഭാഗവതാദി പുരാണങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആ യോഗ സമ്പ്രദായത്തെക്കുറിച്ചും ആസനങ്ങളെക്കുറിച്ചും പ്രാണായാമ ധാരണകളെക്കുറിച്ചുമൊക്കെ തന്നെ പല സന്ദർഭങ്ങളിലും പ്രകീർത്തിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ലോകത്തിൻ്റെ പരമമായ സത്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വനാന്തരങ്ങളിൽ ഏകാഗ്രത ചിത്തരായി ഏകാന്ത തലങ്ങളിലെത്തി അവരവിടെ ഇരുന്നു കൊണ്ട് തപസ്സനുഷ്ഠിച്ചത്, ധ്യാനിച്ചത്, ഇതെല്ലാം യോഗയുടെ ഒരു മാർഗമാണ്. ആ യോഗമാർഗത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ജീവിത ആചരണ പദ്ധതിയാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക ധാരയെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. അപ്രകാരമുള്ള അടിസ്ഥാനപരമായ ദാർശനികപരമായ ആത്മപ്രബോധന തരമായിട്ടുള്ള യോഗ ഇന്ന് ലോകമെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഇന്ന് യോഗയിലേക്ക് തിരിഞ്ഞു എങ്കിലും പരിപൂർണമായ നിലയിൽ ഒരു ശാസ്ത്രം എന്ന നിലയിൽ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തന്നെയാണോ സഞ്ചരിക്കുന്നത് എന്നതിൽ അല്പം സംശയമുണ്ട്. കൗതുകകരമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയും, ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു പഴം കൊടുത്തപ്പോൾ അവന് ആ പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞിട്ട് തൊലി ഭക്ഷിച്ചിട്ട് പഴത്തെ അവൻ വഴിയിലേക്ക് ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിന് പോലെ ഏകദേശം ഇന്ന് യോഗയുടെ അവസ്ഥയും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത്. കാരണം യോഗ ഒരു വ്യായാമ പദ്ധതിയാണ്. ശാരീരികമായ ഒരു ഉന്മേഷം കിട്ടുവാൻ,
ഒട്ടനവധി വ്യായാമങ്ങളുള്ളതിൽ ഒരു വ്യായാമമാണ് എന്ന നിലയിൽ മാത്രം ചുരുങ്ങിക്കൊണ്ടാണ് പലരും വളരെ കൂടുതലായി യോഗയെ ഇന്ന് സമീപിക്കുന്നത്. അതിൽ കുറച്ചുകൂടി രോഗങ്ങളെ ഇല്ലാതാക്കുവാൻ, ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ നിലനിർത്തുവാൻ, ശരീരത്തിന് ബലം കൊടുക്കുവാൻ, ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് ഡെവലപ്പായിട്ടുള്ള സമ്പ്രദായവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു മനോനിയന്ത്രണത്തിൻ്റെ, ഒരു ബുദ്ധിയുടെ ബോധതലത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് യോഗ എന്ന നിലയിൽ യോഗയെ സമീപിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇപ്പോൾ യോഗ ചെയ്യുമ്പോൾ അല്പം റിലാക്സ് കിട്ടും, മനസ്സിനൊരു ആനന്ദം കിട്ടും, ശരീരത്തിനൊരു ഉന്മേഷം കിട്ടും. അതിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. അനന്ത സാധുതകളുള്ള, അനന്തമായ ഒരു മനുഷ്യൻ്റെ സമഗ്രമായ വികാസത്തിന് ഉതകുന്ന, പരിപൂർണമായ വികാസത്തിന് ഉതകുന്ന ഒരു ശാസ്ത്രം അത് കേവലം അല്പമാത്രമായ ഫലത്തിന് വേണ്ടിയിട്ട് ചുരുങ്ങുകയാണെങ്കിൽ നമ്മൾ വരും കാലത്ത് ഈ ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ സങ്കുചിതമായി മാറ്റപ്പെടും. അങ്ങനെയാകാതെ പരിപൂർണമായ നിലയിൽ, വളരെ സുദീർഘമായ നിലയിൽ ആ യോഗയുടെ ദർശനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ യോഗ സാധനയെ പിന്തുടരുവാൻ ഭാരതീയരായ നമ്മൾ തയ്യാറാകണം. കാരണം ഭാരതത്തിൻ്റെ സമ്പത്താണ് യോഗ. ആ ഭാരതത്തിൻ്റെ സമ്പത്തിനെ പരിപൂർണമായും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി സമഗ്രമായ ജീവിത വിജയത്തിന് ആധാരമാണ് എന്ന നിലയിൽ അഭിമാനത്തോടെ സ്വീകരിക്കുകയും ഇതിനെ ലോകമെമ്പാടും പകർന്നു കൊടുക്കുന്നതിൽ പങ്കുവഹിക്കുകയും ചെയ്യേണ്ടവർ നമ്മളാണ്. ഇവിടെ യോഗമെന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചു, പരിപൂർണമായും ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തിച്ചേരുന്ന. അപ്പോൾ ശാരീരിക തലത്തിനും അപ്പുറത്ത് ഒരു വലിയ തലം ഇതിനുണ്ട് എന്ന് സുവ്യക്തമായി അതിലൂടെ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ എന്നത് 4 ഘടകങ്ങളുടെ സമുന്നയമാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, അതുപോലെ ആത്മാവ്. ഇവ 4ഉം ചേരുന്നതാണ്. ഇതിൽ ശരീരവും മനസ്സും ബുദ്ധിയും അത് നമ്മുടെ ഈ ദേഹഭാവത്തിനോട് ചേർന്ന് നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ശരീരം ഉണ്ടാവുമ്പോൾ അതിൽ മനസ്സുണ്ടാവും, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവും. ഇത് രണ്ടും നമ്മുടെ ശരീരഭാവത്തിനോട് ചേർന്നാണെങ്കിൽ ഈ ശരീരത്തെ നിലനിർത്തി, ഈ ശരീരത്തെ മുന്നോട്ട് നയിച്ച് ഈ ശരീരത്തിന് ആധാരമായിരിക്കുന്ന ആത്മാവാണ് ഇവിടെ ജീവൻ, അല്ലെങ്കിൽ ആ ആത്മതത്വം, ബോധം എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 ഘടകങ്ങളെയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു സംസ്കാരം അത് ഭാരതത്തിൻ്റെ സംഭാവനയാണ്. മറ്റെല്ലാ പാശ്ചാത്യ സംസ്കൃതികളും ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെ മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായി കരുതി ഇവ 3ൻ്റെയും സംതൃപ്തിയാണ് പ്രധാനമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അവരുടെ നേട്ടങ്ങളൊക്കെ ഭൗതിക വ്യവഹാരങ്ങളുടെ ശാസ്ത്ര നേട്ടങ്ങളായി മാത്രം പരിണമിച്ചത്. പക്ഷേ ഭാരതം ആ ശാസ്ത്ര നേട്ടങ്ങൾക്കും അപ്പുറം, ഭൗതിക തലത്തിനപ്പുറം ആത്മീയമായ ഒരു തലം കൂടി കണ്ടിരുന്നു. കാരണം ആത്മാവ് എന്നുള്ള ഒന്നുകൂടി എത്തുമ്പോഴാണ്, ആ പൂർണ്ണതയിലാണ് ഈ ശരീരവും മനസ്സും ബുദ്ധിയും നിലനിൽക്കുന്നത് പോലും അതിനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് പരമപ്രധാനം എന്ന് പറയുന്നത് ആധാര വസ്തുവായ ആത്മാവാണ് എന്നുകൂടി ഭാരതം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുവാനുള്ള യോഗമാർഗം 8 തലത്തിലുള്ള സമ്പ്രദായമായിട്ടാണ് നമ്മുടെ പൂർവികർ ചിട്ടപ്പെടുത്തിയിരുന്നത്. അഷ്ടാംഗ യോഗം എന്ന മാർഗത്തെക്കുറിച്ച് പറയും. 8 അവയവങ്ങൾ, അംഗം എന്ന് പറയുമ്പോൾ അവയവങ്ങൾ, ഒരു മനുഷ്യ ശരീരത്തിൽ അത്ര അവയവങ്ങൾ കൊണ്ടാണ് അത് പൂർണ്ണമാകുന്നത്. അതുപോലെ യോഗം പൂർണ്ണമാകണമെങ്കിൽ 8 അവയവങ്ങൾ പൂർണ്ണമാണ്. അതാണ് അഷ്ടാംഗ യോഗ മാർഗം എന്ന് പറയപ്പെടുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് ഈ 8 അംഗങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയിലേക്ക് എത്തുന്ന തലത്തിലാണ് യോഗയുടെ വിന്യാസം എന്ന് നമുക്ക് കാണാം. ഇവിടെ എന്താണ് യമ നിയമം എന്ന് ചിന്തിച്ചാൽ, യമനിയമം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ആചരിക്കേണ്ടതായ ചില നിയമവ്യവസ്ഥകളെയാണ്. നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ആവശ്യമായ ചില തത്വത്തെ നമ്മളിലേക്ക് പകരുന്നതാണ് യമനിയമങ്ങൾ.
എല്ലാ മനുഷ്യനും സാമൂഹികമായ ജീവിതതലത്തിൽ, വ്യക്തിയാധിഷ്ഠിതമായ ജീവിതതലത്തിൽ ഈ തത്വത്തെ പാലിക്കുന്നത് എപ്പോഴും ഒരു ആരോഗ്യപൂർണമായ സമാജത്തെ സൃഷ്ടിക്കുവാനും സഹായിക്കുന്നതാണ്. അപ്പോൾ സമാജത്തിൻ്റെ ആരോഗ്യം, വ്യക്തികളുടെ ആരോഗ്യം കൂടിച്ചേരുന്നതാണ് സമാജാരോഗ്യം. സമാജാരോഗ്യത്തിന് ആവശ്യമായ ജ്ഞാനത്തെ പകർന്നു കൊടുത്ത് സമാജത്തെ ശുദ്ധീകരിക്കേണ്ടത് വ്യക്തി ധർമ്മമാണ് എന്നുകൂടി ഭാരതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ യമം എന്ന് പറയപ്പെടുന്നത് അഹിംസ, സത്യം, ബ്രഹ്മചര്യം, ആസ്തേയം, അപരിഗ്രഹം എന്ന 5 കാര്യങ്ങളെയാണ്. അവിടെ ഒന്ന് സത്യം. എന്താണോ പരമമായ സത്യം എന്നതിലേക്ക് എത്തുവാൻ ജീവിതത്തിൽ സത്യനിഷ്ഠയോടുകൂടി, യാഥാർത്ഥ്യബോധത്തോടുകൂടി വിഷയങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കുക എന്നതാണ് സത്യം. അതായത് മനസ്സിനെ ഏതെങ്കിലും കാണുന്നതിൻ്റെയോ കേൾക്കുന്നതിൻ്റെയോ പുറകിലേക്ക് അയക്കാതെ ഒന്നുകൂടി ഉയർത്തി നിർത്തിക്കൊണ്ട് അവിടെ പരമമായ യാഥാർത്ഥ്യത്തെ അറിയുക. ആദ്യം ജീവിതത്തിലെ വ്യാവഹാരികമായ സത്യം, പിന്നീട് അഡ്വാൻസായി പാരമാർത്ഥികമായ സത്യം. അതൊരു വലിയ വിഷയമാണ്, അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക. രണ്ടാമത്തെ ബ്രഹ്മചര്യം. എന്താണ് ഈ ബ്രഹ്മചര്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ബ്രഹ്മചര്യം. കാരണം പലപ്പോഴും പലരുടെയും ധാരണ ബ്രഹ്മചര്യം എന്നത് വിവാഹം കഴിക്കാതെയുള്ള ജീവിതം, അത് ബ്രഹ്മചര്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് പറയാറ്. പക്ഷേ അങ്ങനെയുള്ള പലരും കടത്തിണ്ണയിലിരിക്കുന്നതും, വയലിൽ പോയിരിക്കുന്നതും, മുച്ചീട്ട് കളിക്കുന്നതും, അതുപോലെ തന്നെ സമൂഹത്തിൽ യാതൊരുവിധമായ ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ ജീവിതത്തിൽ തെറ്റായ മാർഗത്തിൽ പോകുമ്പോഴും ഒക്കെ ചിലർ പറയും ബ്രഹ്മചാരിയായിട്ടാണ് നടക്കണം, പക്ഷേ ജോലി എന്താണെന്ന് ചോദിച്ചാൽ കടത്തിണ്ണയിലാണ്, അല്ലെങ്കിൽ ചീട്ടുകളിയാണ്, അല്ലെങ്കിൽ ഗുണ്ടായുസമാണ്, അങ്ങനെ പലതരത്തിലും പറയപ്പെടാറുണ്ട്. അപ്പോൾ അതല്ല ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നതിൻ്റെ അർത്ഥം അറിവ് എന്നാണ്, ജ്ഞാനം എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ യോഗ വിവാഹം കഴിച്ചവർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന തെറ്റിദ്ധാരണ ചിലപ്പോൾ ഇതിൽ ഉടലെടുക്കാൻ സാധ്യത. അതുകൊണ്ടാണ് അത് തെളിച്ചു പറഞ്ഞത്. അപ്പം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അറിവിനെ നേടുക, ജ്ഞാനത്തെ നേടുക. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ്, അതിൽ ചരിക്കുക, സഞ്ചരിക്കുക, അറിവിനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് സഞ്ചരിക്കുക എന്നത് ജീവിതത്തിൽ എല്ലാവർക്കും നമുക്കറിയാം, പൊതുവിൽ എല്ലാവർക്കും അത് ഗുണപ്രദമാണ്. അപ്പം ബ്രഹ്മചര്യം ഉണ്ടാവണം. അത് കഴിഞ്ഞാലോ അഹിംസ ഉണ്ടാവണം. എന്താ അഹിംസ? അനിവാര്യമല്ലാതെ യാതൊരു കാരണവും കൂടാതെ ഒരിക്കലും മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന യാതൊന്നും ചെയ്യാതിരിക്കുക. അല്ലാതെ എത്ര അടി കിട്ടിയാലും കയ്യും കെട്ടി നിന്ന് വാങ്ങുക എന്നതല്ല അഹിംസ. നമ്മൾ ഒരിക്കൽ പോലും മറ്റൊന്നിനോടും ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മൾ ഒരു തരത്തിൽ പോലും മറ്റുള്ളതിൻ്റെ നാശത്തെ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ ഒരു ദുർബല ഭാവത്തിൽ നമ്മൾ ഹിംസയെ സ്വീകരിച്ചുകൊണ്ട് അതിന് വിധേയമാകാതെ ജീവിക്കുക, അതാണ് അഹിംസ. ജീവിതത്തിൽ അനിവാര്യമായി പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രതികരിക്കുക തന്നെ വേണം. അവിടെ ഒരിക്കലും ദുർബലനെ പീഡിപ്പിക്കുക, അവരുടെ ദൗർബല്യത്തെ മുതലെടുക്കുക, ഇതൊക്കെയാണ് ഹിംസ എന്ന് പറയപ്പെടുന്നത്. അതിലേക്ക് പോകാതെ അവിടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റുള്ളതിനെ ദ്രോഹിക്കാതെ മുന്നോട്ട് പോകുക, അതാണ് അഹിംസ എന്നത്. അഹിംസ ശീലിക്കുക, പരദ്രോഹമില്ലാതിരിക്കുക, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹിംസ ഇല്ലാതിരിക്കുക. അപ്പോൾ അതിനെ അഹിംസ എന്ന നിലയിൽ സ്വീകരിക്കുക. പിന്നെ അപരിഗ്രഹം, ആസ്തേയം, മറ്റുള്ളവരിൽ ഇരിക്കുന്നത് അർഹതയില്ലാത്തതിനെ മോഹിക്കാതിരിക്കുക. അതുപോലെ ഇല്ലാത്തത് നമ്മൾ മോഷ്ടിക്കാതിരിക്കുക. അപ്പോൾ ഒന്ന് മോഹിക്കാതെ ഇരിക്കണം, അത് നേടാതെ ഇരിക്കണം, അത് മോഷ്ടിക്കാതെ ഇരിക്കണം. അപ്പം അവനവൻ്റെ അർഹതയ്ക്കനുസരിച്ച് മനസ്സിനെ സമഭാവത്തിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് മനോവ്യവഹാരത്തെ കൃത്യമാക്കുന്ന പദ്ധതിയാണ് യമം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിയമമാണ്. ജീവിതത്തിൽ പാലിക്കേണ്ട കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ചില നിയമങ്ങളെന്ന് പറയപ്പെടുന്ന ജീവിത ആചരണമാണ്. അതിനകത്ത് ശൗചം എന്നുള്ളത് ഒന്നാണ്. രണ്ടാമത്തെ സന്തോഷം, മൂന്നാമത്തത് തപസ്, അത് കഴിഞ്ഞാൽ സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. ഇങ്ങനെയാണ് 5 വരുന്നത്. അതിലെന്താണ് ശൗചം എന്ന് ചോദിച്ചാൽ, ശൗചം എന്നത് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞ് ശരീരത്തെ ദേഹശുദ്ധി വരുത്തുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ശൗച കർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ യോഗയിൽ ശൗചം എന്ന പദത്തിന് കുറച്ചുകൂടെ അർത്ഥമുണ്ട്. ബാഹ്യ ആന്തരികമായ ശൗചം ഉണ്ടാവണം, ശാരീരികവും മാനസികവുമായ ശൗചം ഉണ്ടായിരിക്കണം. ശാരീരികമായ ശൗചം നമുക്ക് കുളിക്കുന്നതിലൂടെ, സ്നാനത്തിലൂടെ ജലത്തെ ആശ്രയിച്ച് വരുത്താൻ സാധിക്കുമെങ്കിൽ, അഴുക്കുകളെ നീക്കം ചെയ്യാമെങ്കിൽ, മാനസികമായതിനെ നല്ല ചിന്തകൾ കൊണ്ട്, സദ്വാസനകൾ കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക. അപ്പോൾ അതാണ് ആന്തരികമായ. അപ്പം ശാരീരികമായി ആന്തരികവും ബാഹ്യവുമായ ശൗചങ്ങൾ ഉണ്ടാകും. അതിലൊരു പ്രക്രിയയാണ് ഭക്ഷണം പോലും. ഭക്ഷണം അത് ഉത്തമമല്ലാത്തതാണെങ്കിൽ അത് ആന്തരികമായ അശൗചമായി മാറും, ശൗചമല്ലാതായി മാറും.
അപ്പോൾ അതുകൊണ്ടാണ് യോഗയിലൊക്കെ ഭക്ഷണക്രമങ്ങൾക്കൊരു ബന്ധം വരുന്നത്. സാത്വികമായ ഭക്ഷണം കഴിക്കണം, ലളിതമായ ഭക്ഷണം കഴിക്കണം, അത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളിൽ പുളിച്ചതോ അമിതമായ എരിവുള്ളതോ ആയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ദഹിക്കാൻ പ്രയാസമുള്ളത് ഒഴിവാക്കണം, ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആന്തരികമായ ശരീരത്തിൻ്റെ സൗഖ്യം നഷ്ടപ്പെടുത്തുന്ന വസ്തുക്കളെല്ലാം, അത് മനസ്സിൻ്റെ ചിന്തകളാണെങ്കിലും അത് ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളാണെങ്കിലും പദാർത്ഥങ്ങളാണെങ്കിലും അത് ഉള്ളതായിരിക്കണം, ശുദ്ധി ഉള്ളതായിരിക്കണം. അപ്പോൾ അതാണ് ശൗചം എന്ന് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് എന്ന് പറയപ്പെടുന്നത് സന്തോഷമാണ്, സംതൃപ്തിയാണ്. മനസ്സിനെ അസംതൃപ്തമായ അവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നിലവിലുള്ള ഓരോ വസ്തുക്കളെയും സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിതത്തിൽ എന്തുണ്ട് അല്ലെങ്കിൽ എന്തില്ല എന്നുള്ളതിനെ അല്ല ആശ്രയിച്ചല്ല സംതൃപ്തി, ഉള്ളതിനെ നമ്മൾ ഉൾക്കൊള്ളുന്ന മനോഭാവമാണ് സംതൃപ്തി. ആ മനോഭാവം അനുസരിച്ച് നമ്മുടെ മനസ്സിനെ സംതൃപ്തിയിൽ നിലനിർത്തുക, അതാണ് സന്തോഷം എന്ന് പറയപ്പെടുന്ന ആനന്ദ അവസ്ഥയുടെ തുടക്കം. ഭൗതികമായ തലത്തിലുള്ളതിൽ നമ്മൾ തൃപ്തനായി മാറുക. അതൃപ്തി അല്ലെങ്കിൽ ദുരാഗ്രഹം, അത്യാഗ്രഹം എന്നിവ മനസ്സിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയാൽ നമുക്ക് സന്തോഷത്തിൽ നിലനിൽക്കാൻ സാധിക്കും. ആ സന്തോഷം ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ തപസ്സാണ്. തപം എന്ന് പറയുന്നത് നിരന്തരമായ പ്രയത്നമാണ്. നിരന്തരമായുള്ള കർമ്മ പ്രയത്നമാണ് ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആധാരമായ വസ്തു. അതുകൊണ്ട് ജീവിതത്തിൽ നിരന്തരമായ കർമ്മം, നിത്യനിരന്തരമായ കർമ്മങ്ങളില്ലാതെ ആർക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നിത്യ അഭ്യാസി ആനയെടുക്കും എന്നൊരു ചൊല്ലു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നിത്യാഭ്യാസിയെ നാളെ ആനയെടുത്ത് പൊക്കൂ എന്നുള്ളതല്ല, അസാധ്യമായത് എന്തിനേയും സാധിപ്പിക്കാൻ നിരന്തരമായ പരിശീലനത്തിലൂടെ സാധിക്കും. അതാണ് തപസ്. അതുകൊണ്ടാണ് മഹർഷിമാരൊക്കെ ദീർഘകാലം, നമ്മൾ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ പറയും 10,000 വർഷത്തെ തപസ് ചെയ്തു. ഈ 10,000 എന്നതൊരു അതിശയോക്തിയാണ്, അല്ലെങ്കിൽ 1000 വർഷത്തെ തപസ്, അതൊരു അതിശയോക്തിയാണ്. എന്തിനാണ്? ദീർഘമായി ചെയ്തു, കാലത്തെ നോക്കാതെ അതീതമായി ദീർഘമായി നിരന്തരമായി ചെയ്തതിന് ഒരു വിശേഷണം കൊടുക്കുന്നത് മാത്രമാണ്, അല്ലാതെ ഇത്ര വർഷം ചെയ്തു എന്നതല്ല ഇവിടുത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് തപസ് എന്ന് പറയുന്നത്. പിന്നെ സ്വാധ്യായം, നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മ മേഖലയ്ക്കും ആവശ്യമായ ജ്ഞാനത്തെ നേടുക. സ്വാധ്യായം ഉണ്ടാവണം, ചിന്തകൾ ഉണ്ടാവണം, സത്പാരായണങ്ങളുടെ അറിവ് ഗുരുനാഥന്മാരിൽ നിന്നും സദ്ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ സത്സംഗങ്ങളിൽ നിന്നൊക്കെയുള്ള അറിവ് നേടിക്കൊണ്ടിരിക്കണം. അറിവ് ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ആ അറിവ് വളരെ ശ്രേഷ്ഠമായി കണ്ടുകൊണ്ട് നേടേണ്ടിയിരിക്കുന്നു. ഇവിടെ ഗീതയിൽ ഭഗവാൻ പറയും, അറിവിനേക്കാൾ ശ്രേഷ്ഠമായി നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, അറിവിനേക്കാൾ ശ്രേഷ്ഠമായി ഈ ലോകത്ത് മറ്റ് യാതൊന്നും തന്നെയില്ല. അതുകൊണ്ട് ആ അറിവിനെ നേടുക, സ്വാധ്യായം ഉണ്ടാവണം. ആ സ്വാധ്യായ ബലമാണ് നമ്മുടെ കർമ്മത്തിന് കരുത്തു പകരുന്നത്. എന്തു ചെയ്യുമ്പോഴും അതെങ്ങനെ ചെയ്യണം, ഏത് നിലയിലാണ് അത് ചെയ്യേണ്ടത് എന്ന ബോധമുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമ്മുടെ കർമ്മങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ജ്ഞാനത്തെ അവിടെ നേടുക എന്നതാണ് സ്വാധ്യായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്വാധ്യായം കഴിഞ്ഞാൽ പിന്നെ ഈശ്വര പ്രണിധാനം. പലപ്പോഴും നമ്മളൊരു തലത്തിലേക്ക് എത്തപ്പെടുമ്പോൾ, നമ്മൾ കർമ്മങ്ങൾ ചെയ്ത ഒരു ഉന്നതിയിലേക്ക് എത്തപ്പെടുമ്പോൾ, അറിവ് നേടിക്കഴിയുമ്പോൾ ഞാനാണ് അറിവുള്ളവൻ, ഞാനാണ് ഇത്രയും വലിയ വീരൻ എന്നൊക്കെയുള്ള അഹങ്കാരം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കാം. അങ്ങനെയുള്ള അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആ ഗർവ് നമ്മുടെ നാശത്തിന് കാരണമായി മാറും. അതുകൊണ്ട് ഈ പറഞ്ഞ 9 ഘടകങ്ങളിലൂടെയും വരുന്ന സദ്ഗുണങ്ങൾ കൊണ്ട് അഹങ്കരിക്കാതെ അത് ഈശ്വര പാദങ്ങളിൽ സമർപ്പിക്കണം. ഈശ്വര പ്രണിധാനം, വിനയാനീതനായി മാറണം, വിനയഭാവം ഉണരണം. ആ വിനയഭാവത്തോടെ ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ചോ ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ കഴിവുകളൊക്കെ നേടാൻ സാധിക്കുന്നത്. വ്യക്തിയാധിഷ്ഠിതമായും സാമൂഹികാധിഷ്ഠിതമായ ഈ ഗുണഗണങ്ങൾ എന്നിലേക്ക് വന്നു ചേരുന്നതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് എന്ന ഭാവത്തെ ഉണർത്തുമ്പോൾ നമ്മുടെ ആ സദ്ഗുണങ്ങൾക്കൊരു അലങ്കാരമായി, നല്ല വസ്ത്രം ധരിച്ചു വരുന്ന ഒരു വ്യക്തിക്കൊരു കിരീടം വെക്കുന്നത് പോലെ അലങ്കൃതമായ യോഗ്യതയായി വിനയം നമ്മുടെ ശിരസിലേക്ക് വന്നു ചേരണം. അതാണ് ഈശ്വര പ്രണിധാനം. ഈ 10 ഘടകങ്ങളാണ് യമ നിയമം എന്ന് പറയും. അത് കഴിഞ്ഞാലാണ് ആസനം. നമ്മൾ ഇന്ന് കാണുന്ന യോഗ എന്ന് പറയുമ്പോൾ എല്ലാവരും ആസനങ്ങളെയാണ് കാണുന്നത്. കൈകാലുകളൊക്കെ വളച്ചോ പലതരത്തിലുള്ള പൊസിഷനുകൾ, പല പോസ്റ്റുകളിലേക്ക് നിന്ന് നമ്മുടെ ശരീരത്തെ നല്ല
ആയിട്ട് നല്ലപോലെ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ശരീരത്തെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ സാധിക്കുന്ന നിലയിൽ ചെയ്യുന്ന ആസനങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ ആസനങ്ങളൊക്കെ എന്തിനാ വെച്ചാൽ ശരീര സംസ്കരണത്തിനാണ്. ശരീരത്തെ കൂടുതൽ അയവുള്ളതാക്കി മാറ്റുക, ശരീരത്തെ കൂടുതൽ ലൂസനിങ് ഉള്ളതാക്കി മാറ്റുക, ശരീരത്തെ വളരെ കൃത്യമായ സ്ഥിരതാതലത്തിലേക്ക് എത്തിക്കുക. ചിരസുഖമാസനം, ദീർഘസമയം ശാന്തമായി അസ്വസ്ഥതയില്ലാതെ സുഖമായ ഒരവസ്ഥയെ ഇരിക്കാൻ സാധിക്കുക. അതാണ് ആസനം. അനവധി ആസനങ്ങളുടെ പരിശീലനത്തിലൂടെ ശരീരത്തിലെ നാഡികളെയും നരമ്പുകളെയും പേശികളെയും രക്തപ്രവാഹങ്ങളെയും ഒക്കെ തന്നെ കൃത്യമായ നിലയിൽ ക്രമീകരിക്കപ്പെടുമ്പോൾ ശരീരം നമുക്ക് വളരെ ശാന്തമായ അവസ്ഥയിലേക്ക് പോകുവാൻ വഴങ്ങിത്തരും. ആ ശരീരത്തിൻ്റെ ശാരീരിക വിജയത്തെയാണ് ആസനം എന്ന് പറയപ്പെടുന്നത്. ഇരിപ്പിടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ചിരം സുഖം ആസനം, ചിരകാലം ദീർഘകാലം സുഖമായി ഇരിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ യമം, നിയമം, ആസനം, അത് കഴിഞ്ഞാണ് പ്രാണായാമം. നമ്മളിന്ന് യോഗയുടെ ഒപ്പം പലരും പ്രാണായാമം പഠിച്ചു, പ്രാണായാമം ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയാറുണ്ട്. പിന്നീടാണ് പ്രാണായാമം. എന്താ പ്രാണായാമം? പ്രാണൻ്റെ ആ ശ്വാസനിശ്വാസങ്ങളെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് രേചക, പൂരക, കുംഭക നിയന്ത്രണാദികളിലൂടെ ശ്വാസക്രമത്തെ നിയന്ത്രിച്ചോ ശ്വസന വ്യവസ്ഥയെ വരുതിയിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പാകമാവുക. ശരീരത്തിൻ്റെ സംസ്കരണം കഴിഞ്ഞാൽ, ശരീര നിയന്ത്രണം കഴിഞ്ഞാൽ തൊട്ടുപുറവിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ആ മനസ്സിനെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ ചിന്തകളെ വരുതിയിലാക്കുവാൻ ചിത്തവൃത്തി നിരോധ ഇത് യോഗ എന്ന ആ തത്വത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ, ചിത്തത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിനുള്ള പരിശീലനമാണ് പ്രാണായാമം. ഇവിടെ പ്രാണായാമം എന്ന് പറയുമ്പോൾ പലരും ധാരണ ഒരു മൂക്കടച്ച് ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുക, അടുത്ത മൂക്കിലൂടെ വിടുക, വീണ്ടും അതിലൂടെ എടുക്കുക, ഇപ്പുറത്തൂടെ വിടുക, ചിലപ്പോൾ രണ്ട് മൂക്കിലൂടെ എടുക്കുക, കുറേ നേരം പിടിച്ച്, ഇങ്ങനെയൊക്കെയാണ് പ്രാണായാമം. പക്ഷേ ഇവിടെ പ്രാണൻ വലിയ ഒരു തത്വമാണ്. ആ പ്രാണൻ എന്നത് നമ്മൾ ബാഹ്യമായി ചിന്തിക്കുന്ന ശ്വാസം എടുത്തു വിടുന്ന അവസ്ഥ മാത്രമല്ല, പലപ്പോഴും കൃത്യമായി പ്രാണൻ തന്നെ അതിൻ്റെ വ്യവഹാരങ്ങൾ എന്താണ്, എത്ര തരം പ്രാണവ്യവസ്ഥയിലാണ് മനുഷ്യൻ്റെ ശരീരം, അത് മുന്നോട്ട് പ്രവഹിക്കുന്നത് പോലും അറിയാതെയാണ് പലരും ഇന്ന് യോഗ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പലപ്പോഴും ഇതിൻ്റെ ശാസ്ത്രത്തെ നമ്മൾ വേണ്ടും വണ്ണം ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിച്ചത്. പ്രാണൻ, പഞ്ചപ്രാണന്മാരുണ്ട് ശരീരത്ത്, അതുപോലെ തന്നെ പഞ്ച ഉപപ്രാണന്മാരുണ്ട്. അങ്ങനെ ദശപ്രാണ വ്യവസ്ഥയിലാണ്, ദശനാഡികളിലൂടെയുള്ള നമ്മുടെ ശരീരത്തെ പ്രാണവ്യവഹാരങ്ങൾ, ആ ദശനാഡികളെയും ദശപ്രാണനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഓരോ പ്രാണൻ്റെയും വ്യവഹാരത്തെക്കുറിച്ച് അറിഞ്ഞു വേണം നമ്മൾ പ്രാണായാമത്തെ ശീലിക്കാൻ. ഇല്ലെങ്കിൽ ആ പ്രാണായാമം നമുക്ക് പൂർണ്ണ ഫലം ഉളവാക്കുന്നത് ആയിത്തീരുകയുമില്ല. പലതരത്തിലുള്ള മാനസികമായ വിക്ഷോഭങ്ങൾക്കും ഭ്രമങ്ങൾക്കും കാരണമായി മാറും. വളരെ കൃത്യമായ നിലയിൽ പ്രാണൻ ഓരോ സമയത്തും ചില കാലാവസ്ഥയ്ക്ക് അനുസൃതമായി പോലും പ്രാണായാമ പ്രക്രിയയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം ശരീരത്തിലെ രണ്ട് പ്രധാന നാഡികളാണ് ഇടയും പിംഗലയും. അതായത് നമ്മുടെ ഇടത് നാസികയും വലത് നാസികാധാരവും. അങ്ങനെ ഇടപിംഗല എന്ന് പറയുന്ന രണ്ട് നാഡികളുണ്ട്. ഈ നാഡികളിലൂടെയുള്ള പ്രാണവ്യവഹാരം അത് വ്യത്യസ്തമാണ്. അത് വളരെ കൃത്യമായി അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിൻ്റെ ശരനൂൽ സമ്പ്രദായം എന്ന ശാസ്ത്രത്തിലൂടെ വളരെ കൃത്യമായിട്ടും വിപുലമായും ആ ശരനൂൽ പ്രക്രിയയിലൂടെ ഒരു മനുഷ്യൻ്റെ സർവ്വവിധമായ രോഗനിവാരണവും ആയുസ്സിൻ്റെ വർധനവും ബോധമണ്ഡലങ്ങളുടെ ഉണർവും ഒക്കെ വളരെ കൃത്യമായി അദ്ദേഹം അതിലൂടെ നിർവഹിച്ചിട്ടുണ്ട്. ആ സമ്പ്രദായം അനുസരിച്ചും യോഗ സമ്പ്രദായം അനുസരിച്ചും അവിടെ ഇട എന്ന് പറയുന്ന നാഡിക്ക് ചന്ദ്രനാഡി എന്നൊരു പേരുണ്ട്, വലതു നാഡി സൂര്യനാഡി എന്നൊരു പേരുണ്ട്. അപ്പോൾ ആ ഇടത് നാഡിയിലൂടെയുള്ള ശ്വാസഗതി തണുപ്പുള്ളതും വലതു നാഡിയിലുള്ളതും ഉഷ്ണപ്രധാനവുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയിലുള്ള തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ അത് ചെയ്യുന്ന പ്രാണായാമത്തിൻ്റെ പ്രവൃത്തിക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥകളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രഭാതത്തിൽ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഓരോ സമയത്തും നമ്മുടെ ശരീരത്ത് നല്ല BP ഉള്ളവർക്ക് ആ BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രാണായാമത്തിലൂടെ സാധിക്കും. അങ്ങനെയൊക്കെ തന്നെ പലതരത്തിലും വ്യത്യസ്തമായ ശരീരത്തിൻ്റെ
താപനിലകളെയും ശരീരത്തിൻ്റെ ചിന്താമണ്ഡലങ്ങളെയും ബോധതലങ്ങളെയും ഒക്കെ തന്നെ അഗ്നി, സോമ, സൂര്യ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളെയൊക്കെ വളരെ കൃത്യമായി 3 മണ്ഡലങ്ങളാണുള്ളത്. ഈ മണ്ഡലങ്ങളെയൊക്കെ തന്നെ കൃത്യമായിട്ട് ഉദ്ധരിക്കാനാണ് പ്രാണായാമം. അതുകൊണ്ട് വെറുതെ ഒരു പ്രക്രിയയായിട്ട് കണ്ണടച്ചിരുന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ദശപ്രാണനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രാണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാതെ അല്ല നമ്മൾ പ്രാണായാമം ചെയ്യേണ്ടത്. അവിടെ ദശപ്രാണന്മാരിൽ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതിന് ആ ഉപോദ്ബലകമായി നിൽക്കുന്നതിനെ പ്രാണനെന്നും അതിനെ കൃത്യമായി ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനെ സമാനനെന്നും അതിനെ മുകളിലേക്ക് വ്യവഹരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശിരോമണ്ഡലങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനെയും നമ്മുടെ ഊർധ്വഗതിയിലേക്കുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനെ ഉദാനനെന്നും നമ്മുടെ താഴ്ഭാഗത്തേക്ക് പോയിട്ട് ശരീരത്തിൻ്റെ ദഹന പ്രക്രിയകളെയും വിസർജനേന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് താഴോട്ടുള്ള കാലുകളുടെയൊക്കെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനെ അപാനനെന്നും അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ ചംക്രമണ വ്യവസ്ഥയെ കൃത്യമാക്കുന്ന വായുവിൻ്റെ പ്രാണൻ്റെ വ്യവഹാരത്തെ വ്യാനനെന്നും ഒക്കെ തന്നെ പറയുന്ന 5 പ്രാണപ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രാണപ്രവർത്തനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരം വിവിധ കാരണങ്ങൾ കൊണ്ട് പ്രാണൻ്റെ അഭാവം കൊണ്ടും ആ പ്രാണൻ കൃത്യമായ വ്യവഹാര ദിശയിൽ എത്താത്തത് കൊണ്ടും ഉണ്ടാകുന്ന അനവധി രോഗങ്ങൾ പോലും ഈ അതുകൊണ്ടാണ് പ്രാണായാമം രോഗനിവാരണം എന്നൊക്കെ പറയുന്നത്. ആ പ്രാണായാമത്തിൻ്റെ വ്യവഹാരം കൃത്യമല്ലെങ്കിൽ രോഗലക്ഷണങ്ങളിലേക്ക് നമ്മളെത്തും. ഉദാഹരണം പറഞ്ഞാൽ ഈ ഉദാനവായു അത് മുകളിലേക്ക് എത്തി നമ്മുടെ ശിരസിൻ്റെ നാഡികളെയും ശിരോമണ്ഡലങ്ങളെയും ഒക്കെ ഉത്തേജിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും ഒക്കെ പ്രവർത്തനത്തെയും നമ്മുടെ ഈ കണ്ഠനാളത്തിൻ്റെ ഒക്കെ പ്രവർത്തനം ഒക്കെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒക്കെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് നമ്മുടെ ശിരസിലെ മെഡല ഒബ്ലാങ്കേറ്റയും സെറിബെല്ലവും സെറിബ്രവും തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഊർജ്ജവൽക്കരിക്കപ്പെടുന്നതുമൊക്കെ ഈ ഉദാനനായിട്ടുള്ള പ്രാണൻ്റെ വ്യവസ്ഥയാണ്. നേത്രത്തിന് ശക്തി കൊടുക്കുക, കണ്ണുകളുടെ നാഡികളിലേക്ക് സൂക്ഷ്മ നാഡികളിലേക്ക് പ്രാണവ്യവഹാരം എത്തിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കേൾവിയുടെ വ്യവസ്ഥ കൃത്യമാക്കുക, നമ്മുടെ ഇയർ ബാലൻസ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉദാനൻ്റെയാണ്. ഈ ഉദാനവായുവിൻ്റെ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് തലചുറ്റൽ അനുഭവപ്പെടും. അതുപോലെ തന്നെ സ്ട്രോക്ക് എന്ന് പറയപ്പെടുന്ന ഹൈ BP നമ്മൾ എത്തപ്പെടും. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ തന്നെ തളർന്നു പോകുന്ന അവസ്ഥ നമ്മൾ എത്തപ്പെടും. ബുദ്ധിക്ക് ഭ്രമമുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രാണൻ്റെ ഉദാന വ്യവസ്ഥയ്ക്ക്. അതുപോലെ തന്നെയാണ് അപാന വ്യവസ്ഥയ്ക്ക് വ്യത്യാസം വരുമ്പോഴാണ് കാലിൽ വാദസംബന്ധമായ രോഗങ്ങൾ ഏറി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മലമൂത്ര വിസർജനേന്ദ്രിയങ്ങളുടെ വ്യവസ്ഥകൾ കൃത്യമല്ലാതെ, ജനനേന്ദ്രിയ വ്യവസ്ഥകൾ കൃത്യമല്ലാതെ വരുന്നത്, അതുപോലെ നമ്മുടെ ദഹന പ്രക്രിയകൾക്കുള്ള വ്യത്യാസം വരുന്നത്, ഇങ്ങനെ ഒട്ടനവധി തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇവയൊക്കെ ഈ പ്രാണവ്യവസ്ഥയുടെ ആ കൃത്യമായ വ്യവസ്ഥകൾ വളരെ കൃത്യമാകാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാണവ്യവഹാരങ്ങളെ വളരെ കൃത്യമാക്കുക എന്നത് വളരെ പ്രധാനമാണ്. സമാനൻ എന്ന് പറയപ്പെടുന്ന വായുവാണ് അതിനെ ബലപ്പെടുത്തി നിർത്തുന്നത്. അത് ക്ഷീണിക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശരീരത്തിന് വളരെ കുറഞ്ഞു വരുന്ന അവസ്ഥ വരും. അങ്ങനെയുള്ള അവസ്ഥ വരും. അതുപോലെ തന്നെ പ്രാണൻ അകത്തേക്കും പുറത്തേക്കും പോകുന്നതിന് അതിനെ തടസ്സം അല്ലെങ്കിൽ അത് ദുർബലമാകുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ട് പോലെയുള്ള ശ്വാസം എടുക്കാനും വിടാനുമുള്ള ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഈ സമാനവായു വ്യാനവായു എത്താതിരിക്കുമ്പോഴാണ് ആ ശരീരഭാഗങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള കോശ പുനർനിർണയത്തെ നടത്താൻ പുനർനിർമ്മാണം നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അതുപോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള മാലിന്യങ്ങളെ വലിച്ച് ശുദ്ധമാക്കുവാൻ രക്തത്തെ സഹായിക്കാൻ സാധിക്കാതെ വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അനവധി രോഗകാരണങ്ങളായിട്ടും ഈ പ്രാണൻ്റെ കൃത്യമായ വ്യവസ്ഥ ഇല്ലാതായി മാറും. അപ്പോൾ ഓരോ പ്രാണവ്യവസ്ഥയും എങ്ങനെയാണോ ആ സമയത്ത് ശരീരത്തിന് ഉതകുന്നത്, അപ്പോൾ ഈ പ്രാണായാമ പ്രക്രിയയിലൂടെ ഏത് പ്രാണപ്രവർത്തനത്തെയാണോ ഉത്തേജിപ്പിക്കേണ്ടത്, അത് ഉദാനവായുവിനെയാണോ, സമാനനെയാണോ, അപാനനെയാണോ, വ്യാനപ്രക്രിയയാണോ, അതോ പ്രാണ അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവാഹത്തെ മാത്രമാണ്, ഇതൊക്കെ കൃത്യമായി വേർതിരിച്ച് കണ്ട് മനസ്സിലാക്കുക എന്നത് ആ പഞ്ചപ്രാണൻ്റെ പ്രവർത്തനത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാണായാമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഉപപ്രാണന്മാരായിട്ട് കൂർമൻ, അതുപോലെ തന്നെ നാഗൻ, ത്രികലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നിങ്ങനെയുള്ള വായിക്കലുണ്ട്. ഉപപ്രവർത്തനങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് ആധാരമായി നിൽക്കുന്ന ഉപപ്രാണന്മാരുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്ത് തന്നെ ഈ
ോടൊപ്പം രക്തചംക്രമണം വളരെ പ്രധാനമാണ്. ആ രക്തചംക്രമണ വ്യവസ്ഥയിൽ ദശനാഡികൾ നമ്മുടെ ശരീരത്തുണ്ട്. ആ ദശനാഡികളെയും നമ്മുടെ കൃത്യമായ ശരീരത്തിൻ്റെ സഞ്ചാരഗതിക്ക് ആധാരമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ടറിയണം. ഇടയും പിംഗലയും സുഷുമ്നയും അതുപോലെ തന്നെ ഗാന്ധാരി, ഹസ്തിജിഹ്വ, പുഷ്വ, യശോനി, അതുപോലെ തന്നെ അലംബുസ, ഗുഹു, ശങ്കിനി തുടങ്ങിയിട്ടുള്ള ദശനാഡികളും ആ നാഡികൾ ഓരോന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഏതേത് ഗ്രന്ഥികളെയാണ് ഏതേത് ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഓരോ ഗ്രന്ഥികളെയും ഊർജ്ജവൽക്കരിച്ചുകൊണ്ട് ആ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുവാനുമൊക്കെ ഏതേത് ആസനങ്ങളാണ് കൂടുതൽ സഹായകരം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടൊക്കെ ചെയ്യുമ്പോഴാണ് യോഗ എന്നുള്ളത് ഒരു യോഗ തെറാപ്പി എന്നുള്ള നിലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ രോഗങ്ങളെ ഇല്ലാതാക്കി ആരോഗ്യപൂർണമായ ശരീരത്തെയും മനസ്സിനെയും നമുക്ക് ആ യോഗയിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണമാണ് എടുത്തത്. അപ്പോൾ യോഗാസനം കഴിഞ്ഞു, പ്രാണായാമം കഴിഞ്ഞു, പിന്നെ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ആ അറിവിനെ നേടുന്ന ഇന്ദ്രിയങ്ങളെ അനിവാര്യമല്ലാത്ത വിഷയങ്ങൾക്ക് പുറകിലേക്ക് പോകാതെ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ ഉള്ളടക്കി ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശക ശതകത്തിൽ കൃത്യമായി വർണ്ണിക്കുന്നത് പോലെ അദ്ദേഹം പറയും, കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങണം ആരെ? ആത്മതത്വത്തെ. ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തെ അറിയാൻ പുറമേ സഞ്ചരിക്കുന്ന ആ 5 കണ്ണുകളെയും ഉള്ളാലെ അടക്കിക്കൊണ്ടു വേണം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മനിയന്ത്രണത്തിന് ഉതകുന്ന തലത്തിൽ, ആത്മബോധത്തിലേക്ക് എത്തുന്ന തലത്തിൽ ഇന്ദ്രിയ നിഗ്രഹം നടത്തുന്നതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ ഇന്ദ്രിയത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വ്യവഹരിക്കാൻ വെമ്പുന്ന മനസ്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു തത്വത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി സ്വയം ധരിക്കുക. അതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. അതിനെ ഈശ്വര രൂപങ്ങളാവാം, പ്രകൃതിയുടെ സ്വരൂപങ്ങളാവാം, ഏതെങ്കിലും ഒരു ദൈവമാവാം, ജ്യോതിസാവാം, ശൂന്യതാ തത്വം, എന്തോ ആണെങ്കിലും നമ്മളതിനെ ആ ഒരു തരത്തിൽ ധാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നിനെ സങ്കല്പിച്ചു ഭാവനാത്മകതയിലൂടെ അനവധി വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ആ അനവധി ഒന്നിൻ്റെ പുറകിൽ പോകാതെ ഒന്നിലേക്ക് മാത്രം കൊണ്ടുവരാനുള്ള ഭാവന ചെയ്തെടുക്കുന്നതാണ് ധാരണ. ആ ധാരണ കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുന്നത് ധ്യാനമാണ്. ആ ധാരണ ഇടയ്ക്കിടയ്ക്ക് ഇടമുറിയാറുണ്ട്. ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ ഇടമുറിയാതെ ആ ഭാവിക്കുന്ന ആ ധാരിക്കപ്പെടുന്ന വസ്തുവിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നതിനെയാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് ധ്യാനം. അങ്ങനെ ധ്യാനിക്കാൻ സാധിക്കണം. മെഡിറ്റേഷൻ, ഇന്ന് പലരും മെഡിറ്റേഷൻ ക്ലാസ്സുകൾ എന്ന് പറയാറുണ്ട്. മെഡിറ്റേഷൻ അങ്ങനെ എവിടെ നിന്നെങ്കിലും പ്രത്യേകിച്ചൊരു കൃത്യമായിട്ടൊരു യോഗ ആസനം പഠിപ്പിക്കുന്ന കണക്ക് പഠിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നല്ല. മെഡിറ്റേഷൻ സ്വയം സംഭവിക്കേണ്ടതാണ്. അതിലേക്കുള്ള ചില വഴികളാണ് ആസനങ്ങളും പ്രാണായാമങ്ങളും. അത് കഴിഞ്ഞാൽ അവനവൻ സ്വയം അഭ്യാസിച്ച് നേടേണ്ട ഒന്നാണ് അവിടെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ധ്യാനം. ആ ധാരണ എത്ര കണ്ട് ദൃഢമാകുന്നുവോ ആ ധാരണ മാത്രമാണ് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. ആ ധാരണ സ്വയം ദൃഢമാക്കി മാറ്റുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനം എന്ന് പറയപ്പെടുന്നത് താൻ ധരിച്ചിരിക്കുന്ന ചിന്താവിഷയത്തിൽ നിന്ന്, വസ്തുവിൽ നിന്ന് വേറിട്ട് പോകാതെ തുടർച്ചയായി നമ്മുടെ ബോധമണ്ഡലത്തിൽ ആ വസ്തുബോധത്തിൽ മാത്രം രമിക്കുന്നതിനെയും ലയിക്കുന്നതിനെയുമാണ് ധ്യാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആ പ്രത്യാഹാര, ധാരണ, ധ്യാനം, അത് കഴിഞ്ഞാൽ സമാധി. ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ പരിപൂർണമായുള്ളത് ആ തത്വത്തിലേക്ക്, ആ ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ചൈതന്യത്തിലേക്ക്, എനർജിയിലേക്ക് ലയിച്ചുകൊണ്ട് ഞാനെന്ന ഭാവം പരിപൂർണമായി അകന്ന്. അവിടെ ധ്യാനത്തിൽ ഞാനുണ്ട്, ധ്യാനിക്കുന്ന വസ്തുവുണ്ട്, രണ്ടെന്ന ഭാവം അല്പമായിട്ടെങ്കിലും ഉണ്ട്. ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ സമം, ധി, ബുദ്ധി സമമായ അവസ്ഥ, ഞാനും നീയുമില്ലാതെ ഏകത്വമാർന്നതാണ്. തത്വം അസി, അത് നീ ആകുന്നു. അയമാത്മ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ചതുർ മഹാവാക്യങ്ങൾ എല്ലാം ഒന്നാണ് എന്ന പരസ്പരം വ്യത്യാസങ്ങളില്ലാതെ പരമേകമാം ബോധ ചൈതന്യമാണ് എന്ന നിലയിൽ സമസ്തത്തിനും ആധാരമായതൊന്നാണ് എന്ന ഭാവത്തിലേക്ക് നമ്മുടെ ബുദ്ധി ഉണരുന്നതാണ് സമാധി. അല്ലാതെ മരണാനന്തരം എത്തുന്നത് മാത്രമല്ല സമാധി. പരിപൂർണമായ ബോധമണ്ഡലത്തിൻ്റെ വികാസം. ആ ബോധമണ്ഡലം ഈ പരമേഷ്ടീബോധവുമായി, വ്യക്തിബോധം ഈ പ്രപഞ്ചബോധവുമായി ലയിച്ച് ഒന്നായി മാറുക. ഒന്നിനെ അറിയാനായി പുറപ്പെട്ട് അതിലേക്ക് ലയിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉപ്പുപാവ
കൊണ്ടുപോയി നമ്മൾ അതിനൊരു ഭാരമുണ്ട്, അതിനൊരു രൂപമുണ്ട്, ഇതൊക്കെയുണ്ട്. അതിനെ കൊണ്ട് കടലിൻ്റെ ആഴം അളക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയാൽ അവസാനം ഉപ്പു പാവയുണ്ടാവില്ല, പകരം അത് കടലിൽ ലയിക്കപ്പെടും. ഇതുപോലെ ലയിക്കുക. അല്ലെങ്കിൽ ഒരു നദി ഒഴുകി വരുമ്പോൾ അതിനൊരു രൂപമുണ്ട്, അതിന് കൃത്യമായൊരു ഘടനയുണ്ട്. ആ നദി ഒഴുകി കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ, തൻ്റെ ലക്ഷ്യത്തിലേക്ക് അത് ലയിച്ചു കഴിഞ്ഞാൽ, കടലിൽ ലക്ഷ്യമാക്കി വന്ന കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ട് കടലായി മാറി വേർതിരിച്ചറിയാൻ സാധിക്കാതെ അത് ലയിക്കുന്നത് പോലെ പരമമായ ആത്മബോധത്തിലേക്ക്, പരമമായ ശാന്തിയിലേക്ക് നമ്മുടെ ജീവഭാവങ്ങൾ വെടിഞ്ഞ് ലയിക്കലാണ് സമാധി. അതിലൂടെയാണ് യോഗ സാധന പൂർണ്ണമാകുന്നത്. പഞ്ചകോശനിർമ്മിതമായ ഈ ശരീരം, അതുപോലെ തന്നെ ത്രിഗുണാത്മകമായ തമോ ഗുണ രജോ ഗുണ സത്വഗുണാത്മകമായ ഈ ശരീരം, ആ ത്രിഗുണങ്ങളെ കടന്ന് പഞ്ചകോശങ്ങളിൽ, അവിടെ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം കഴിഞ്ഞ് ആനന്ദകോശത്തിലേക്ക് എത്തിച്ചേരുന്ന പഞ്ചകോശങ്ങളെയും കടന്ന് ശരീരത്തെ ഈ ദേഹബോധങ്ങളിൽ നിന്നകറ്റി ആത്മബോധത്തിലേക്ക് എത്തിക്കുവാനാണ് യോഗ. ആ യോഗ സാധന നിത്യനിരന്തരമായി ചെയ്യുമ്പോൾ ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, ബുദ്ധിപരമായ ഉണർവ്, ബോധതലമായ വികാസം, ഇവ നാലും നമ്മളിൽ സംഭവിക്കും. ഒരു സമഗ്രമായ വികാസത്തിന് വേണ്ടിയിട്ടാണ് യോഗ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പത്ത് കരുതാറുണ്ട്. ആ സമ്പത്ത് എന്ന് പറയപ്പെടും, നമ്മൾ പറയും പണ്ട് സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. നല്ല സമ്പത്ത് ഉള്ളപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നീട് ദുഃഖം വരുമ്പോൾ, ഇല്ലായ്മ വരുമ്പോൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മാനസികമായ ബലത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇത് ബാധകമാണ്. ഇപ്പം നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവാം, നല്ല മാനസിക ബലമുണ്ടാകും, പക്ഷേ എല്ലാ കാലത്തും ഇതുണ്ടാവില്ല, ഇത് ക്ഷയിക്കും. അപ്പോൾ ഇപ്പോൾ ആരോഗ്യമുള്ള കാലത്ത് നാളത്തെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കുറേശ്ശെ അല്പാൽപ്പം മാറ്റിവെച്ച് അതൊരു വലിയതായി മാറുന്നത് പോലെ അല്പസമയം നമ്മുടെ ജീവിതത്തിൽ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക, ഹിതകരമായ ഭക്ഷണ വ്യവസ്ഥകൾ നമ്മൾ ചിട്ടപ്പെടുത്തുക, കൃത്യമായ വിശ്രമങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക, ആരോഗ്യമുള്ള ചിന്തകൾ നമ്മൾ ശീലമാക്കുക, ആരോഗ്യമുള്ള കർമ്മങ്ങൾ നമ്മൾ ശീലമാക്കുക. അങ്ങനെയുള്ള വ്യവസ്ഥകളിലൂടെ നമ്മൾ അല്പസമയം നമ്മൾ നിത്യനിരന്തരം നമ്മൾ മാറ്റിവെച്ചാൽ നാളത്തെ ഭാവിയിൽ നമുക്ക് നല്ല ആരോഗ്യം ഒരു സമ്പത്തായി, നല്ല മനോഭാവം ഒരു സമ്പത്തായി, നല്ല അറിവ് ജീവിതത്തിൻ്റെ ഒരു സമ്പത്തായി, നല്ല ബുദ്ധി ജീവിതത്തിൻ്റെ ഒരു സമ്പത്തായി, സദ്ഗുണങ്ങൾ ജീവിതത്തിൻ്റെ ഒരു സമ്പത്തായി അങ്ങനെ നമുക്ക് മാറ്റപ്പെടും. അതിലൂടെ ഏറ്റവും പ്രധാനമായ ശാന്തി മാർഗത്തിലേക്ക് മനസ്സിനെ എത്തിക്കാൻ സാധിക്കുന്ന ആ ആത്മബോധപ്രദായകമായതാണ് യോഗ. ആ നിലയിൽ യോഗയെ പിന്തുടരുവാനും ആ യോഗ സാധനയിൽ ഏർപ്പെടാനും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വ്യായാമ പ്രക്രിയ എന്ന നിലയിൽ ഉയർത്തി കുറേ കൂടി അഡ്വാൻസായി യോഗയെക്കുറിച്ച് പഠിക്കാൻ, സമഗ്രമായ പഠനത്തിലേക്കും കൂടി സഞ്ചരിക്കുവാൻ നമുക്ക് പ്രേരണാദായകമായി ഈ ഇൻ്റർനാഷണൽ യോഗ ഡേ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ യോഗ സംബന്ധമായ കാര്യങ്ങളിൽ ആ യോഗയുടെ അധ്യാപക കോഴ്സ് ആയുർധാം വൈദ്യമഠം എന്ന സ്ഥാപനം, കൊല്ലത്ത് ചന്ദനത്തോപ്പ് മാമൂട് സ്ഥിതി ചെയ്യുന്ന ആയുർധാം വൈദ്യമഠം യോഗ അധ്യാപക കോഴ്സ് നടത്തുന്നുണ്ട്. അവിടെ വളരെ സമഗ്രമായ അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും അതിൻ്റെ ശാസ്ത്ര സംബന്ധങ്ങളെക്കുറിച്ചും കൂടി പഠിച്ചുകൊണ്ടാണ് പരിപൂർണമായ യോഗയിലേക്ക് അതിൻ്റെ അധ്യാപകരെ സൃഷ്ടിക്കുന്നത്. ആ യോഗ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇവിടെ ആ യോഗാധ്യാപക കോഴ്സിന് ചേരാവുന്നതാണ്. ഇവിടെ 94 00 68 81 46 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എല്ലാവർക്കും യോഗ ആത്മശാന്തിയുടെയും പരിപൂർണമായ ആരോഗ്യത്തിൻ്റെയും ഒക്കെ തന്നെ, ശാരീരിക മാനസികമായ ആരോഗ്യത്തിൻ്റെയൊക്കെ തന്നെ ഉറവിടമായി മാറട്ടെ. നമ്മുടെ ജീവിതം യോഗയിലൂടെ ഉത്കർഷത്തിലേക്ക് എത്തട്ടെ. സമ്പന്നമാകട്ടെ ആരോഗ്യം, സമ്പന്നമാകട്ടെ നമ്മുടെ ബുദ്ധി, സമ്പന്നമാകട്ടെ മനസ്സിൻ്റെ വിശാലമായ ശുദ്ധി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.